الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعبد ربك حتى يأتيك اليقين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിനെ അതിന്റെ ഏറ്റവും നല്ല അർത്ഥത്തിൽ ധന്യരാക്കിയ ആളുകളാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നോമ്പ് നോറ്റ് നമസ്കരിച്ച് ദാനധർമ്മം ചെയ്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഓതുകയും പാരായണം ചെയ്യുകയും അത് മനസ്സിരുത്തി വായിക്കുകയും ഒക്കെ ചെയ്ത് ധാരാളം സൽക്കർമ്മങ്ങളും അവസാനം ഫിത്ർ സക്കാത്തും നൽകി സംസാരത്തിലും നോട്ടത്തിലും പ്രവൃത്തിയിലുമൊക്കെ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഇത്രയധികം ത്യാഗം നമ്മൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആ സ്വർഗീയ ആരാമത്തിൽ നമ്മൾ എത്തണം എന്നതിനു വേണ്ടിയാണ്. പക്ഷെ അത് നിർവഹിച്ച നമ്മളിലുള്ള പല ആളുകളും അൽഹംദുലില്ലാഹ് അതേ പ്രവർത്തനങ്ങൾ വീണ്ടും തുടർത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നത് അതിലുള്ള റമളാൻ കഴിഞ്ഞാലും റമളാൻ നമുക്ക് തന്നിട്ടുള്ള ഇബാദത്തുകൾ അത് വീണ്ടും തുടർത്തിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഒക്കെ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ഇന്നലെ കുറഞ്ഞ ദിവസങ്ങൾ റമളാൻ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ വാട്സാപ്പിലൊക്കെ വന്ന ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടിരിക്കും. നമ്മുടെ അതിഥികളെല്ലാവരും പോയി, ബാക്കിയുള്ളത് നമ്മുടെ ആ പള്ളിയുടെ അഖിലുകാര് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെപ്പില്, ഒന്നാമത്തെ സെപ്പില് കുറച്ച് ആളുകളുള്ള ഒരു ഫോട്ടോ വന്നത് കണ്ടു. അപ്പൊ അങ്ങനെയും കുറച്ച് ആളുകളുണ്ട്. അവര് പലരും പള്ളിയിലേക്ക് വന്ന് റമളാനിനെ ആ ഒരു സീസൺ തഖ്വയായി അങ്ങനെ വന്ന ആളുകളുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയിട്ടും അമലുകൾ ചെയ്തിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനുമൊന്നും
അവർക്ക് മതിയായിട്ടില്ല എന്ന് മാത്രല്ല, നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മുടെ ആളുകൾ പലരും സീസണായി ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന രൂപത്തിൽ പോയ ആളുകളുണ്ട്. എന്നാൽ നമുക്ക് ഇപ്പോഴും ബേജാറെന്താ? നമ്മുടെ ഈ റമദാനിൽ ധന്യരാക്കിയ നമ്മുടെ ബേജാറെന്താ? നമുക്ക് ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും എന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും. പ്രവാചകൻ സഹാബികളോട് പറയാണ്, സദ്ദിദു വഖാരിബു വഅബ്ശിറു, നിങ്ങൾ നല്ലോണം ഒരുങ്ങിക്കോളി, അള്ളാഹുവിലേക്ക് നല്ലോണം അടുത്തോളി, വഅബ്ശിറു, സന്തോഷ വാർത്ത അറിയിക്കാം, ഫഇന്നഹു ലൻ യുദ്ഖിലൽ ജന്നത അഹദൻ അമലുഹു, ഒരാൾക്കും അയാളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ സഹാബത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലേ, നമ്മൾ ഈ റമദാനിൽ, പരിശുദ്ധ റമദാനിൽ മസ്ജിദുൻ നബവിയിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? പ്രവാചകന്റെ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എപ്പോഴും നന്മകൾ ചെയ്തു, മാത്രമല്ല ഈ റമദാനുകളിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളുകളല്ലേ, എന്നിട്ടും പ്രവാചകരെ നമ്മൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്നാണോ? അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, അല്ല നബിയേ, വലാ അൻത, നിങ്ങളോ, നിങ്ങൾക്ക് പിന്നെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന, ഞാനില്ല, ഞാനും ഇങ്ങനെ നിങ്ങളെ കൂടെ എല്ലാ അമലുകൾക്കും നേതൃത്വം കൊടുത്തു ഒക്കെ ഞാനാണ്. പക്ഷെ ഞാനും എന്റെ അമലുകളെ കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കാമെന്ന് എനിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിൽഹു ബിറഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. അതുകൊണ്ട് വഅലമു അന്ന അഹബ്ബൽ അമലി ഇലല്ലാഹി അദ്വമഹു വഇൻ ഖല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കാണ്, റസൂല് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ തന്നെ പോകണമെങ്കിൽ അമലുകൊണ്ട് മാത്രം പോകൂന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഞാന് രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിച്ചിട്ടുണ്ട്, കാലിൽ നീര് വെക്കുവോളം നമസ്കരിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രവർത്തനം കൊണ്ട് നിരതനാണ്. പക്ഷേ അള്ളാന്റെ റഹ്മത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയും. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയണം, നിങ്ങൾ അറിയണം, അന്ന അഹബ്ബൽ അമലി, അമലുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടം, അദ്വമുഹു, അത് തുടർത്തിക്കൊണ്ടുപോകലാണ്, വഇൻ ഖല്ല, അത് കുറച്ചാണെങ്കിലും എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അള്ളാന്റെ കാരുണ്യം കിട്ടണം, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണം. അതിനെന്ത് വേണം? ചെയ്ത അമലുകൾ നമ്മളിനി തുടർത്തിക്കൊണ്ടുപോകണം. നമ്മൾ ആലോചിച്ച് റമദാനെ പോയിട്ടുള്ളൂ, റമദാനെ നമ്മളിൽ നിന്ന് പോയിട്ടുള്ളൂ. റമദാൻ എന്ന മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ, ആ പാഠങ്ങളെ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇഷ്ടം പോലെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. റമദാനിൽ നമ്മൾ നോറ്റ നോമ്പുകളിലെ അതേപോലെ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകളുണ്ട്, അത് നമ്മൾ നിർവഹിക്കാൻ കഴിയണം. റമദാനിൽ നമ്മൾ നിർവഹിച്ച രാത്രി നമസ്കാരങ്ങളുണ്ട്, അതേ രാത്രി നമസ്കാരങ്ങൾ ഖിയാമുൽ ലൈൽ നമ്മൾ നമസ്കരിച്ചു, ഇനി വിത്തറുണ്ട്, തഹജ്ജുദുണ്ട്, അത് നമുക്ക് തുടർത്തിക്കൊണ്ടുപോകണം. അങ്ങനെ റമദാനെ നമുക്ക് പോയിട്ടുള്ളൂ, റമദാനിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ ഇപ്പോഴും ബാക്കിയാൽ. അപ്പോ ആ നിർവഹിച്ച നിർവഹണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച തമ്പുരാന്റെ കാരുണ്യം നമ്മുടെ മേലുണ്ടാകണമെങ്കിൽ അത് നമ്മൾ ഒന്ന് തുടർത്തിക്കൊണ്ടു പോകണം. അത് കുറച്ചാണെങ്കിലും, അന്ന് 11 നിസ്കരിച്ചിട്ടുണ്ട്, വേണ്ട ഒരു 3, 5, 7 നമുക്ക് കഴിയുന്ന ഒരു വിത്തറാക്കിയിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അതാണ് സുഫിയാനു സഖഫിയോട് റഹ്മത്തുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം പ്രവാചകരെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, പ്രവർത്തനങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫിയോട് പറയുന്നുണ്ട്, നീ എന്ത് പറയും? ആമൻതു ബില്ലാഹ്,
ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, സുമ്മസ്തഖിം, പിന്നെ നീ അത് പ്രകാരം നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ, റമദാനിൽ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണോ, അതൊക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയണം. നോക്കൂ, ഒരു റക്അത്തെങ്കിലും വിത്ർ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. തീരെ കഴിയുന്നില്ല. നമ്മൾ റമദാനിൽ നിർവഹിച്ച 11 റക്അത്ത് നിർവഹിച്ച നമുക്ക്, ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങോട്ടുള്ള മാസങ്ങളിൽ നമുക്ക് അല്പമെങ്കിലും നിസ്കരിക്കാൻ കഴിയണം. നമുക്ക് ഒരു ചെറിയ സ്വതക്കയെങ്കിലും, നമുക്ക് മാസത്തിൽ ഒരു ചെറിയ സ്വതക്ക കൊടുക്കാൻ കഴിയണം. ഇടക്കിടക്ക് നമുക്ക് സുന്നത്ത് നോമ്പുകൾ, അങ്ങനെ തുടങ്ങി നമ്മൾ റമദാനിൽ നിർവഹിച്ച ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അതുപോലെ ഫർള് നമസ്കാരങ്ങളുടെ ശേഷവും അതിനടുത്ത് വരുന്ന അതിനോടുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിച്ചവരാണ്. ഈ കഴിഞ്ഞ റമദാനിൽ നിർവഹിച്ചവരാണ്. അതൊന്നും പുലർത്തിക്കൊണ്ടുപോകണം. ഒക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ പരിശുദ്ധ റമദാനിൽ മറ്റുള്ള ആളുകളുടെ ഇറച്ചി തിന്നുന്നത് കുറച്ച് കുറവേ. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നോക്കിയാലും വളരെ നല്ല അഭിപ്രായങ്ങളാണ്. ഓരോ കാര്യങ്ങൾക്കുള്ള കമന്റുകളൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്ന് പരദൂഷണം, ഈബത്ത്, നമീബത്ത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളും ആ കാര്യത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. റമദാൻ എന്ന മദ്രസയിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊന്ന് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമലുകളെ കൊണ്ട് പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ പറഞ്ഞരി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം. നീ ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞു, നീ തെളിയിച്ചു. നമ്മൾ തെളിയിച്ചു പ്രിയപ്പെട്ടവരെ. ഇനി നമ്മൾ ഇസ്തിഖാമത്ത് നിലനിർത്തുക. അങ്ങനെ നിലനിർത്തുമ്പോഴേ ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. റബ്ബിനെ കണ്ടുമുട്ടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹം എന്താണ്? നമ്മളെ ആഗ്രഹം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ? അള്ളാഹുവിനെ ഒന്ന് കണ്ടുമുട്ടുക. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പൊ ഈ നിർവഹിച്ച നിർവഹണങ്ങളൊക്കെ സ്വാലിഹത്തായ പ്രവർത്തനങ്ങളാണ്. ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ നമ്മുടെ സംസാരത്തിൽ എല്ലാത്തിലും നമ്മൾ സൂക്ഷ്മത പാലിച്ചു. അത് നമ്മൾ എരിയും നിലനിർത്തുക. ഏതുവരെ? ഏതുവരെ പോണം? മരണം വരെ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ എന്താണ് ഈ ഇസ്തിഖാമത്ത്? നിലനിർത്തിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, അങ്ങനെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ നൽകിയ ഹിദായത്ത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഇസ്തിഖാമത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ പരലോക ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് പരമാവധി ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഇസ്തിഖാമത്തിനാണ്. ഇതിന് ഇസ്തിഖാമത്തിന് വിശദീകരണം നൽകിയ മുഫസ്സിരീങ്ങൾ പറഞ്ഞ അർത്ഥമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ എല്ലാത്തിനെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും പരിശുദ്ധമാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോ നമ്മുടെ ഹൃദയം ശുദ്ധമാണ്. ആ ഹൃദയം ശുദ്ധമായപ്പോ നമ്മുടെ നാവും അല്പം ഒന്ന് റെഡിയായി. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും നിലനിർത്തി നമ്മൾ കൊണ്ടുപോകണം. ഇത് നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങൾ എന്താ? ഇസ്തിഖാമത്തിലാണ്. ആമനത്തുമില്ല പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഇസ്തിഖാമത്തോടുകൂടി പോകും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കണമെങ്കിൽ അതിന് ചില ഘടകങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, നമ്മൾ ആ ഒരു പരിസരം, അത്തരം ഒരു പരിസരത്തേക്കുള്ള ആലോചന ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മൾ റമദാനിൽ സ്വീകരിച്ച അതേപോലെയുള്ള സദസ്സുകൾ, നല്ല നല്ല കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇപ്പോ നല്ല സംസാരങ്ങളുടെ സ്ഥലത്ത്, അതുപോലെ നല്ല ആളുകളുമായുള്ള കൂട്ടുകെട്ട്, ഇങ്ങനെയുള്ള ഒരു അവസരം എനിക്കും നമ്മൾ സൃഷ്ടിക്കണം. എന്നാലേ ഈ ഈമാൻ നിലനിൽക്കൂ, ഈ തഖ്വ നിലനിൽക്കൂ.
അതിന് ഉദാഹരണമായി മുഹദ്ദിസുകൾ പറയുന്നത് 99 ആളെ കൊന്ന ആ ഹദീസാണ്. ഒരു മനുഷ്യൻ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ 99 ആളെ കൊന്നു. അവിടെയുള്ള ഒരു പുരോഹിതനോട് ചോദിച്ചു, എനിക്ക് തൗബ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, 99 ആളെ കൊന്നു, എങ്ങനെയുണ്ട് തൗബയാണ്? അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാളെ അത് കൊന്നു, 100 ആക്കി. എന്നിട്ട് ചോദിച്ചു, വേറെ പുരോഹിതനോട് ചോദിച്ചു, ഞാൻ 100 ആളെ കൊന്നു, എനിക്ക് എന്തെങ്കിലും തൗബ ഉണ്ടോ? നിങ്ങൾക്ക് തൗബ ഉണ്ട്. നിങ്ങൾക്ക് തൗബ ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുവരെ ചെയ്ത ആ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്നാലിന്ന ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകുക. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് നല്ല ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് നിങ്ങൾ മാറി ഇനി ജീവിക്കണം. ഓക്കെ, നിങ്ങൾക്ക് തൗബ കിട്ടി, നിങ്ങൾ നന്നായി രക്ഷപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇത് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഒരു പരിസരമുണ്ട്, അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് റെഡിയായി. അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിന്റെ റൂഹിനെ അള്ളാഹു എടുത്തുകൊണ്ടു പോകണം. അപ്പോഴാണ് നല്ല മലക്കുകളും ചീത്ത മലക്കുകളും വന്ന് അഭിപ്രായത്തിലുണ്ടാകില്ലേ, അവർ അളന്നു നോക്കുകയാണ് ഏത് ഭൂമിയിലേക്കാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്. അദ്ദേഹം അടുത്തിരിക്കുന്നത് നല്ല ഭൂമിയിലേക്കാണ്, അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ഈ ഈമാൻ ഇനി നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ തഖ്വ നിലനിൽക്കണമെങ്കിൽ, അതിന് പറയുന്നത് നമ്മൾ അതിന് പറ്റിയ ഒരു പരിസരം ഇനിയും നമ്മൾ കണ്ടുപിടിക്കുകയും ആ ഒരു പരിസരത്ത് കൂടി നടക്കുകയും വേണം. അതല്ല, ഇതൊക്കെ റമദാൻ കണ്ട് ഉഷാറായി പള്ളിയിലൊക്കെ ഉണ്ടായിന്, പിന്നെ വീണ്ടും അങ്ങാടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അങ്ങാടിയുടേതായ ഒരുപാട് സംഗതികളുണ്ട്, അതിലേക്ക് അങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ ഉള്ള ഈമാൻ കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ നല്ല ഒരു പരിസരം അന്വേഷിക്കുക. ഒന്ന്. രണ്ടാമതായി, ഖുർആന്റെ പഠനം അവസാനിപ്പിക്കരുത്. ഖുർആന്റെ പഠനം അവസാനിപ്പിക്കാൻ പാടില്ല. കാരണം ഇബ്ലീസിന്റെ കളിത്തൊട്ടിലാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ കളിത്തൊട്ടിലാണ്. അപ്പൊ അവിടെ ഇബ്ലീസിനെ മാറ്റിക്കളയണമെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അറിവ് അവിടെ ആവശ്യമുണ്ട്, ആയത്ത് അവിടെ ആവശ്യമുണ്ട്. ഏതറിവ്? ഇൽമുൽ യഖീൻ വേണം. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കടലിനോട് നമ്മൾ ഉപമിക്കാം. ആ കടലിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഇൽമുൽ യഖീനാണ്. എന്നാൽ ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടാമത്തെ ഒരു ഘടകമാണ് ഐനുൽ യഖീൻ. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ആ കടലിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരാളെ പോലെയാണ്. ആ ഇൽമ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിൽ അയാൾ അതിലൂടെ സഞ്ചരിക്കാം. അപ്പൊ ഒരു ഇൽമ് കിട്ടിയ ആൾ, ആദ്യത്തെ ഇൽമ് കിട്ടിയ ആള് ഇൽമുൽ യഖീനാണ്. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ആ കടലിൽ എങ്ങനെ കാണുന്നു, മൊത്തത്തിൽ ഇങ്ങനെ കാണുന്നു, അയാൾക്ക് അറിയാം. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയാലോ ഐനുൽ യഖീൻ. അപ്പൊ ആ ഇൽമിലൂടെ അയാൾ അങ്ങനെ സഞ്ചരിക്കും. എന്നാൽ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാല് വഹഖുൽ യഖീൻ. അയാൾ ആ കടലിലേക്ക് ഊളിയിടും, അതിലെ പവിഴവും മുത്തും ഒക്കെ പെറുക്കിയെടുക്കും. ഈ മൂന്നിലേക്ക് നമ്മളെത്തണം. നമ്മളിപ്പോ വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു. ഖുർആൻ അത് വലിയ അത്ഭുത ഗ്രന്ഥമാണ്. എന്നാൽ നമ്മൾ ആ ഖുർആനിലേക്ക് ഇറങ്ങി അതിന്റെ ആയത്തുകളൊക്കെ മനസ്സിലാക്കിയപ്പോ നമ്മൾ അതുമായി സഞ്ചരിച്ചു. പിന്നെ ഒന്നുകൂടി അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ ആ ഖുർആനിലുള്ള പവിഴവും മുത്തും ഒക്കെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ ഭംഗിയാക്കിയ ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ഇവിടെ നിർത്തരുത്. ഈ പഠനം ഇത് തുടരണം. എന്നാലേ അതുകൊണ്ട് കാര്യങ്ങളോ ഈ തത്വം നിലനിൽക്കൂ. മൂന്നാമത്, നല്ല ഒരു സമരം ഏതിനോട്? നമ്മുടെ ഇച്ഛകളോട് വേണം. നമ്മുടെ ദേഹേച്ഛകളെ ഷഹവാത്തുകൾക്ക് ഇച്ഛകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് അലങ്കരിച്ച ദുനിയാവിലാണ് ഞാനും നിങ്ങളുള്ളത്. അപ്പൊ നമ്മുടെ ഇച്ഛകൾ പെട്ടെന്ന് ഈ അലങ്കാരത്തിൽ ഇഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ അലങ്കാരങ്ങളെ കാണുമ്പോൾ ഇത് ദുനിയാവിലെ അലങ്കാരങ്ങളാ, ദാരികം മതാബുൽ ഹയാത്തി ദുനിയ, ഇത് ദുനിയാവിലെ അലങ്കാരങ്ങളാ, എനിക്ക് കിട്ടേണ്ടത് ആഖിറമാണ്. അതുകൊണ്ട് ആ ഇച്ഛയോട് സമരം ചെയ്യാൻ കഴിയണം. അങ്ങനെ ഇച്ഛയോട് സമരം ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന്. തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിലാണ് തിരിച്ചു വരുമ്പോ റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗറി ഇലാ ജിഹാദിൽ അക്ബർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ചെറിയ ജിഹാദിൽ നിന്ന് ഇനി വലിയ ജിഹാദിലേക്കാണ് പോകുന്നത്. സഹാബത്ത് ചോദിച്ചു, അന്റെ നബിയെ തബൂക്കിന് വരെ വരികയെന്ന് പറഞ്ഞ് എന്തൊരു കഷ്ടപ്പാടാണ്. അത്രയും ക്ഷാമമുള്ള പ്രയാസമുള്ള സന്ദർഭത്തിലാണ് തബൂക്ക് യുദ്ധം. ആ യുദ്ധം നടന്നിട്ടില്ലെങ്കിലും ആ യാത്രയിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. അവിടെ തിരിച്ചു വരുമ്പോ പ്രവാചകൻ പറയാണ്, ഇത് ചെറുതാണ്, ഇനി വലുത് വരാണ്ട്. സഹാബത്ത് ചോദിച്ചു, അന്റെ നബിയെ
ഇനി ഇതിനേക്കാൾ വലുത് വേറെന്താണ്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത്, ജിഹാദ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇച്ഛകളോടാണ്. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ആ ജിഹാദ് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതല്ല നമ്മൾ ഈ ഇച്ഛയ്ക്ക് പിന്നാലാണെങ്കിൽ നമ്മളെ പറ്റി പറഞ്ഞത് അവരാണ് ഏറ്റവും വലിയ അക്രമിയാണ്. പ്രവാചകരെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ല. മനസ്സിലാക്കിക്കോ, അവർ എന്ത് ചെയ്യാണ്? അവരുടെ ഇച്ഛകളെ പിൻപറ്റിയതാണ്. ആരെങ്കിലും അവനവന്റെ ഇച്ഛയെ പിൻപറ്റി കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ വഴികെട്ടവൻ. അള്ളാഹുവിന്റെ ഹുദയേക്കാൾ സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റി പോകുന്ന ആളുകൾ ഏറ്റവും വലിയ വഴിവിട്ടവനാണ്. അത് അക്രമിയാണ്. അള്ളാഹു ആ അക്രമിയെ ഒരിക്കലും ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവനെ അടുപ്പിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുണ്ടാവരുത്. നമ്മുടെ ഇച്ഛകളോട് പടപെട്ടി വന്നിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ ഇച്ഛകൾക്ക് പിന്നാലെയാണെങ്കിൽ നമ്മളെ പറ്റി വാജിമ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വിശേഷണത്തിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് മൂന്നാമതായി പറയാനുള്ളത്, ഇതിനോട് ഇച്ഛകളോട് സമരം ചെയ്യുക. 4, അവസാനമായി പ്രിയപ്പെട്ടവരെ, ഇത് നിലനിൽക്കണമെങ്കിൽ റബ്ബിന്റെ ഒരു തൗഫീഖ് വേണം. റബ്ബിന്റെ ഒരു തൗഫീഖ് വേണം. നല്ല ഒരു സ്ഥലം തെരഞ്ഞെടുത്തു, നമ്മള് ഇച്ഛകളോടൊക്കെ നല്ല പടവെട്ടി ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി. അതുപോലെ ഖുർആന്റെ പഠനമൊക്കെ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ അവസ്ഥ നിലനിൽക്കണമെങ്കിൽ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചതമ്പുരാനെ, എന്റെ ഹൃദയത്തെ ഈ ഹിദായത്തിന്റെ, ഈ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഈ ഹിദായത്തിന്റെ മാർഗം മനസ്സിലാക്കിയിട്ട് റബ്ബേ പിന്നെ അതിന് വഴി തെറ്റിക്കല്ല റബ്ബേ. വഹബ് ലനാ റഹ്മത്ത് കൊടുത്തോനെ, എനിക്ക് ചൊരിഞ്ഞ റബ്ബേ, നീ കൊടുക്കുന്നവനാണ്, നീ റഹ്മത്ത് ചൊരിയുന്നവനാ, അതുകൊണ്ട് റഹ്മത്ത് എന്റെ മേൽ ചൊരിയണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങളോട് പറഞ്ഞു, ഇദാ റഅയ്തൻ നാസ ഖദ് ഇക്തനസു അസ്സഹബ വൽ ഫിദ്ദ ഫക്നിസു ആഹ്ലാഹിൽ കലിമാത്. നിങ്ങൾ സ്വർണ്ണവും വെള്ളിയും ഒക്കെ ഉള്ള വലിയ വലിയ ഭണ്ഡാരങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിനേക്കാൾ വലിയ കെൻസ്, നിധി എന്ന് പറഞ്ഞ സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر والعزيمة على الرشد وأسألك موجبات رحمتك وعزائم مغفرتك وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سالما سليما ولسانا صادقا وأسألك من خير ما تعمل وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദാദിനെ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, വലിയ നിധിയുള്ള ആളൊക്കെ കാണുമ്പോ അത്ഭുതപ്പെടണ്ട, അനക്കും ആ നിധി ഉണ്ടാക്ക എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ, പടച്ചോനെ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ത്? അസ്സബാത ഫിൽ അംറ്, കാര്യത്തിൽ ഒരു സ്ഥിരത. ഇപ്പൊ കിട്ടിയ ഈമാൻ ഉണ്ടല്ലോ, ഹിദായത്തുണ്ടല്ലോ, അതൊന്ന് നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണേ. വൽ അസീമത അല റുശ്ദ്, ഒരു തീരുമാനം എടുക്കുമ്പോ വിവേകമുള്ള തീരുമാനം ഉണ്ടാക്കി തരണേ റബ്ബേ. വഅസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, മൂജിബാത്തി റഹ്മതിക, നിന്റെ റഹ്മത്തിന്റെ നീ തരുന്ന ആ റഹ്മത്ത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅസാഇമ മഗ്ഫിറതിക, നിന്റെ മഗ്ഫിറത്ത്, നീ തീരുമാനിച്ച മഗ്ഫിറത്ത് ഉണ്ടല്ലോ, അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്.
വഅസ്അലുക ശുക്ര നിഅമതിക, നിന്റെ നിഅമത്തിന് ശുക്ർ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ റബ്ബേ, അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഹസുന ഇബാദതിക, നിന്റെ ഇബാദത്ത് ഏറ്റവും നന്നാക്കുന്ന ആള്, അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅസ്അലുക കൽബൻ സലീമാ, റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്റെ ഹൃദയം സലീമായ ഹൃദയമാക്കി തരണേ. വലിസാനൻ സാദിഖാ, സത്യസന്ധമായ നാവാക്കി തരണേ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, അല്ലാഹുവേ ഞാൻ നിന്നോട് ഖൈർ ചോദിക്കുന്നു. എനിക്ക് നിനക്കറിയുന്നതാണ്, എനിക്കറിയില്ല പലതും. അത് ഖൈറായത് ഏതാണെന്ന് എനിക്കറിയില്ല. ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, എനിക്കറിയില്ല ഏതൊക്കെയാണ് ഷർറ് എന്ന്, നിനക്ക് ആ ഷർറ് അറിയാം. ആ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, അല്ലാഹുവേ നിനക്കറിയാം ഏതൊക്കെ പാപങ്ങളാണ് ഞാൻ ചെയ്തു പോയതെന്ന്. ഞാൻ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു. ഇന്നക അൻതൽ അല്ലാമുൽ ഗുയൂബ്, എല്ലാ പോരായ്മകളും അറിയുന്ന പടച്ചതമ്പുരാനെ നിന്നോട് ഇതൊക്കെ ഞാൻ ചോദിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദാദ് ബിൻ ഔസിനോട് പറയാണ്. ഇതാ കൻസ്, നിധി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിച്ചോ, ഇത് നിലനിർത്താൻ, ഇതൊക്കെ കിട്ടാൻ, ഈ ഒരു കാര്യത്തിന് സ്ഥിരത കിട്ടാൻ, ഒരു തീരുമാനം എടുക്കുമ്പോൾ വിവേകം ഉണ്ടാകാൻ, റഹ്മത്ത് കിട്ടാൻ, മഗ്ഫിറത്ത് കിട്ടാൻ, ഈ കിട്ടിയ നിഅമത്തുകൾക്ക് ശുക്ർ രേഖപ്പെടുത്താൻ, അതുപോലെ ഇബാദത്ത് നന്നാക്കാൻ, ഖൽബ് ഹൃദയം സലീമായ ഹൃദയം ഉണ്ടാകാൻ, അതുപോലെ നല്ല നാവായി തീരാൻ, ഇങ്ങനെ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമുക്ക് കിട്ടി പരിശുദ്ധ റമദാനിൽ. അൽഹംദുലില്ലാഹ്, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടു. അത് കിട്ടിയ ആളുകളെ നമ്മൾ, അതുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകാടിസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ നിരവധി പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാർലമെന്റിൽ വഖഫ് ബിൽ പാസ്സായി. ആ വിവരം നമ്മളൊക്കെ അറിഞ്ഞു. ദൗർഭാഗ്യകരമായി ഒരു സംഗതിയാണ്. നമുക്കൊക്കെ ഏറെ പ്രയാസങ്ങളുണ്ട്. എന്നാലും ഈ ഘട്ടത്തിൽ നാം ഒരു നിലക്കും അസ്ഥിരതപ്പെടുകയോ ഭയപ്പെടുകയോ എന്തെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ഭീരുത്വം നമ്മൾ കാണിക്കുകയോ ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യാനുള്ളത് ഒന്ന് അള്ളാഹുവിൽ നമ്മൾ സമർപ്പിക്കുക. അള്ളാഹുവിൽ നമ്മുടെ ഒന്നാമത്തെ ഒരു ഘടകം വെച്ചാൽ നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. കാരണം മനുഷ്യനുണ്ടാക്കുന്ന ഏത് പദ്ധതികളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തീരുമാനമായി വന്ന് അത് നടപ്പിലാക്കാൻ അതിന് കഴിയണമെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് ആവശ്യമാണ്. റബ്ബെങ്ങാനും അതിനെ തട്ടിമാറ്റി കഴിഞ്ഞാൽ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന, കൃത്യമായി തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. നമ്മൾ അതിന്റെ പേരിൽ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടില്ല. റബ്ബിന്റെ തീരുമാനത്തിൽ ഞാൻ തൃപ്തനാകുന്നു എന്നൊക്കെ റബ്ബിലേക്ക് മടങ്ങാൻ കഴിയണം. അപ്പൊ റബ്ബ് പറയാണ് അസ്മഉ വ അറ, ഞാൻ കേൾക്കുകയും ഞാൻ കാണുകയും. അപ്പം നടപ്പിലാക്കേണ്ടത്, അതിനുള്ള തൗഫീഖ് കൊടുക്കേണ്ട റബ്ബിലേക്ക് നമ്മുടെ തീരുമാനം വിടണം. രണ്ട്, നിയമപരമായും ഒരു പോസിറ്റീവായും നമ്മൾ അതിനെ സമീപിക്കണം. അതായത് നാം ഏത് കാര്യത്തിലും ഇവിടെ ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നിടത്ത് ഇനിയും ഒരുപാട് നിയമത്തിനതുണ്ട്. ആ നിയമങ്ങളുടെ സ്ഥലത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ നേതൃത്വത്തെയും നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകളുടെയൊക്കെ അതിനൊക്കെ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക വേണ്ട. അല്ലാതെ ഒരു വൈകാരികമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നിയമപരമായി നമ്മൾ അതിന് വേണ്ട സംഗതികളൊക്കെ ചെയ്യാം. പോയതുപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ ഭരണകൂടം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് ബിനിയാമിനെ അവിടെ പിടിച്ചു വെച്ചത്. ആ ഭരണകൂടത്തിന്റെ ഒരു നിയമമാണ്.
പക്ഷെ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞു, നിങ്ങൾ പേടിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോണ്ട. വഖാല യാ ബനി ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. പിന്നെ ചെയ്യാനുള്ളത് എന്താ? പിന്നെ ചെയ്യാനുള്ളത് യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഒരു രാജ്യത്തിന്റെ നിയമം നടപ്പാക്കി. ആ നടപ്പാക്കിയത് നമുക്ക് കിട്ടേണ്ടത് കിട്ടണല്ലോ. അതിനുവേണ്ടി എന്താണോ പിന്നീട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാണ്. യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഒരേ വാതിലൂടെ കയറരുത്, വ്യത്യസ്ത വാതിലൂടെ നിങ്ങൾ കയറുക. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളത് ഒന്ന് എന്താണോ അല്ലാഹു നിശ്ചയിച്ചത് അതിൽ നിന്ന് തട്ടിമാറ്റാൻ എനിക്കൊന്നും സാധ്യമല്ല. ഇതിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനമാണ് തീരുമാനം. അലൈഹി തവക്കൽതു. ഞാൻ അല്ലാഹുവിനാണ് തവക്കുൽ ചെയ്യുന്നത്. വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. വരമേൽപ്പിക്കുന്നവരെ നിങ്ങൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കുക. അപ്പൊ നമ്മൾ നിയമപരമായി ഒന്ന് അല്ലാഹുവിൽ സമർപ്പിച്ചു, രണ്ട് നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകുക. പിന്നെ നമുക്ക് മൂന്നാമതായി വേണ്ടത് ഒരു ഐക്യം ഉണ്ടാകണം. എന്തിനാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അനൈക്യപ്പെട്ടു പോകുകയാണ്. ആ അനൈക്യപ്പെട്ടു പോകുന്നതിന് ഒരു ഹൈറായി ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് മാറും. ഇസ്ലാമിനെതിരെ കൊണ്ടുവരുന്നതൊക്കെ മുസ്ലിങ്ങൾക്ക് ഹൈറായ ചരിത്രം മാത്രമേ ലോകത്തുള്ളൂ. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നമ്മൾ ഒറ്റക്കെട്ടാവണം. ഇപ്പോഴെങ്കിലും നമുക്ക് ബോധ്യമാകണം, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഭിന്നിക്കുന്നതിന് പകരം ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഐക്യപ്പെടാമല്ലോ. അല്പം ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് സാരല്ല എന്ന് വെച്ചുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസമുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അഭിപ്രായ ഐക്യമുള്ളതിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ മുസ്ലിം സമൂഹത്തിന് കഴിയണം. അങ്ങനെ വരുന്നതിന് കൂടി ഒരുപക്ഷെ ഇതൊക്കെ ഒരു സാധ്യത ഇത് സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നിയമം വന്നേക്കാം. അപ്പം നമ്മൾ ഐക്യപ്പെടാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി സമാധാനവും സഹിഷ്ണുതയും നമ്മൾ പാലിക്കണം. നമ്മൾ ഇതിന്റെ പേരിൽ എന്തെങ്കിലും നിരക്കുള്ള സംസാരങ്ങൾ സംസാരിച്ച് ഒരു സമൂഹം നമുക്കറിയാം, അവർ നിരന്തരമായി നമ്മുടെ വികാരങ്ങളെ വൈകാരികതയെ നമ്മുടെ വൈകാരികതയെ ഉണർത്താൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആ പറയുന്നതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിവേകപൂർണ്ണമാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുന്നത്. അത്തരം ആ ഒരു വിവേകവും ഒരു ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ആ ഒരു വിവേകത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയണം. അഞ്ചാമതായി സംഗതി നിരന്തരമായി നേരത്തെ പറഞ്ഞതുപോലെ പടച്ചതമ്പുരാനോട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഷഅബ് അബീ തായ്വരയിൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂലിന് ആ നാട്ടിലുള്ള നിയമം ബഹിഷ്കരണമാണ്. 3 കൊല്ലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാന്റെ റസൂൽ ഷഅബ് അബീ തായ്വരയിൽ താമസിച്ചത് 3 കൊല്ലമാണ്. ആ 3 കൊല്ലം ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ പ്രവാചകൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവേകപൂർവ്വം പെരുമാറിയപ്പോ ആ നിയമമുണ്ടാക്കിയ അതേ കരങ്ങളെ കൊണ്ട് തന്നെ ആ നിയമങ്ങളെ പിടിച്ചേന്തി കഅബയിൽ നിന്ന് ആ കെട്ടിത്തൂക്കിയ ആ വാറോലകൾ അവർ തന്നെ എടുത്ത് പിടിച്ചേന്തി പ്രവാചകനെ കയറ്റിയ ചരിത്രമുണ്ടെങ്കിൽ അതിന്റെ പിന്മുറക്കാരാണ് മുസ്ലിം സമൂഹമെങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അവർ ഭയപ്പെട്ട് മുന്നോട്ട് പോകും എന്ന് വിചാരിക്കേണ്ടതില്ല. ഏത് നിയമങ്ങളെയും വിവേകത്തോടുകൂടി അവധാനതയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യണം. അതിന് ആ ഒരു തരത്തിൽ നമ്മൾ വളരണം. അതിന് അല്ലാഹുവിന്റെ തൗഫീഖാണ് വേണ്ടത്. പടച്ചതമ്പുരാനിലേക്ക് നല്ലോണം അടുക്കുക. അല്ലാഹുവിലേക്ക് നിരന്തരം അടുക്കുമ്പോ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണത്തിൽ ക്ഷമയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവസാനം ലഭിക്കുന്ന ഉത്തരം വിജയം അത് മുസ്ലിം സമൂഹത്തിനായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിജയിക്കുന്ന ഏറ്റവും നല്ല മുസ്ലിങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളുടെ അവിവേക നിമിത്തം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ തലയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ അവിവേക നിമിത്തം വന്നുപോയ എല്ലാ കാര്യങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വത്തുക്കൾ ഈ പള്ളിയും മദ്രസയും ഒക്കെ നിന്നെ ആരാധിക്കാൻ വേണ്ടി പൂർവികരായ ആളുകൾ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പരസ്പരപ്പെടാന് നിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഏൽപ്പിച്ചതാണ്. അല്ലാഹുവേ,
അതിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അസുഖമായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ നോറ്റ നോമ്പും ഞങ്ങൾ ചെയ്ത സദഖയും ഞങ്ങൾ ചെയ്ത അമൽ സാലിഹാത്തുകളുമെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ ഞങ്ങളെ നീ അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم.